മണിപ്പാലിൽ MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിനെ 22 വർഷം മുൻപ് ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായതായി പെൺകുട്ടിയുടെ അമ്മയാണെന്ന് അവകാശപ്പെട്ട സുജാത ഭട്ട് വിവരിച്ച സംഭവവും പരാതിയും കെട്ടുകഥയാണെന്ന് തെളിഞ്ഞു. തനിക്ക് അങ്ങനെയൊരു മകളില്ലെന്നും ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ ഗിരീഷ് മട്ടന്നവരും ടി ജയന്തും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇങ്ങനെയൊരു കഥയുമായി രംഗത്തെത്തിയതെന്നും വെളിപ്പെടുത്തി ഇന്നലെ സുജാത ക്ഷമാപണവുമായി എത്തുകയായിരുന്നു. മകളെ സംബന്ധിച്ച രേഖകളുമായി ഇന്നലെ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നേരത്തെ സുജാതയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. MBBS വിദ്യാർത്ഥിനിയായിരിക്കെ കാണാതായ മകളുടെ ഒരു ഫോട്ടോ പോലും സുജാതയുടെ കയ്യിലില്ല എന്നത് നേരത്തെ സംശയത്തിനിട നൽകിയിരുന്നു. വിവാദം മുറുകിയപ്പോൾ അനന്യയുടേതെന്ന പേരിൽ സുജാത ഒരു ഫോട്ടോ കാണിച്ചിരുന്നെങ്കിലും അത് ഇവരുടെ മുൻ പങ്കാളിയുടെ മരുമകളുടേതാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. സുജാത പറഞ്ഞ കാലയളവിൽ മംഗളൂരുവിലെയോ മണിപ്പാലിലെയോ ഒരു മെഡിക്കൽ കോളേജിലും ഇങ്ങനെയൊരു വിദ്യാർത്ഥിനി പഠിച്ചിരുന്നില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. സുജാതയുടെ മുൻ പങ്കാളിയായ രംഗപ്രസാദ്, അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയിലെ മകൻ ശ്രീവത്സ, മരുമകൾ വാസന്തി എന്നിവരുടെ മരണത്തോടെയാണ് ബംഗളൂരുവിൽ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ സുജാതയ്ക്ക് ലഭിച്ചതെന്നും ഇവർ അവകാശപ്പെടുന്നത് പോലെ CBIയിലോ മറ്റ് സർക്കാർ സംവിധാനങ്ങളിലോ നേരത്തെ ജോലി ചെയ്തിട്ടില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വാസന്തിയുടെ ഫോട്ടോയാണ് അനന്യയുടേതെന്ന പേരിൽ സുജാത കാണിച്ചത്. സുജാതയുടെ ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും ആരുടെ പ്രേരണയാലാണ് ഇവർ പുതിയൊരു കഥയുമായി ധർമ്മസ്ഥലയിൽ എത്തിയതെന്നുള്ള കാര്യവും അന്വേഷിക്കുമെന്നാണ് സൂചന. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളി റിയൽ ഓണം. Pitapalil Agencies.